എല്ലാവർക്കും SFQ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബോക്സിലുണ്ടാകും. ഓരോന്നിൻ്റെയും ശരിയായത് അതിൻ്റേതായിട്ടുള്ള നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ റബ്ബ്. അപ്പോൾ നമ്മുടെ റബ്ബ് ഏതാണ്? ആ ഒരു ബോക്സ് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, രണ്ടാമത്തത് നബിയുടെ ഉപ്പ, മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, അതുപോലെ നാലാമത്തത് നുബുവത്ത് കിട്ടി, അഞ്ചാമത്തത് അള്ളാഹു ആകുന്നു, ആറാമത്തത് നബി ജനിച്ചു. അപ്പോൾ ഏതാണ് ഒന്നാമത്തത്? നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു, അല്ലേ? അപ്പോൾ അവിടെ അള്ളാഹു ആകുന്നു എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ആമിന ബീവി. അപ്പോൾ ഈ ആമിന ബീവി എന്നുള്ളതിനോട് യോജിച്ചത് ഏതായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അബ്ദുള്ള എന്നതിനോട് യോജിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ എന്നുള്ളതാണ്. നാലാമത്തത് മക്കയിൽ ഡേഷ്. അപ്പോൾ അവിടെ ഏതാണ് വേണ്ടത്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നബിയുടെ ജനനം മക്കയിലാണ്. ഇനി അഞ്ചാമത്തത് മദീനയിലാണ് നബി എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തതാണ് 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് നുബുവത്ത് കിട്ടി. അപ്പോൾ അവിടെ നുബുവത്ത് കിട്ടി എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പൂർത്തിയാക്കാം. താഴെ 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ആ 4 നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? ഹിജറ പോയി എന്നുള്ളതാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. അപ്പോൾ അവിടെ വഫാത്തായി എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. മൂന്നാമത്തത് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര്? മലക്കുകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ മലക്കുകൾ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത് അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. അപ്പോൾ അവിടെ ആരാധിക്കാവൂ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളും ആ 5 ചോദ്യങ്ങൾക്കും ഓരോന്നിനും 3 വീതം ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരത്തിന് നേരെ മാത്രമേ നമ്മൾ എന്താക്കാൻ പറ്റൂ? ശരി അടയാളപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവർ. അഥവാ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് ആരെയാണ്? ഈ പറഞ്ഞ 3 ആളുകളിൽ ഒന്നാമത്തത് ജിന്നാണ്, രണ്ടാമത്തത് മനുഷ്യരാണ്, മൂന്നാമത്തത് മലക്കുകളാണ്. അപ്പോൾ മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവർ മനുഷ്യർ. അപ്പോൾ ഈ മനുഷ്യർ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് മലക്കുകളിൽ പെട്ടവരാണ്. ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ 3 ആളുകളിൽ മലക്കുകളിൽ പെട്ടതാരാണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ഈ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. ആരാണ്? മലക്കുകൾ, അള്ളാഹു, സർക്കാർ. ഏതാണ് ശരി? അള്ളാഹു എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. നബിമാർക്ക്, മനുഷ്യർക്ക്, മലക്കുകൾക്ക്. ശരി ഏതാണ്? മലക്കുകൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് അള്ളാഹു നമുക്ക് കാണാൻ തന്നു. എന്താണ് കാണാൻ തന്നത്? മൂക്കാണോ, കണ്ണാണോ, കയ്യാണോ? ഏതാണ്?
കണ്ണ് എന്നുള്ളതാണ്. അപ്പോൾ കണ്ണ് എന്നുള്ളതിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ശരി അടയാളപ്പെടുത്തണം. ഇനി നാലാമത്തെ പ്രവർത്തനം വേർതിരിക്കാം എന്നുള്ളതാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ, നാം കാണുന്നവയും നാം കാണാത്തവയും, ഈ രണ്ട് കാര്യങ്ങളും ആ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ചെഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബ്രാക്കറ്റിൽ അത് വായിച്ചു നോക്കാം. മദ്രസ, അതുപോലെ മലക്ക്, മൂന്നാമത്തത് പേന, അടുത്തത് പിശാജ്, അടുത്തത് ജിന്ന്, അവസാനത്തത് മനുഷ്യൻ. അപ്പം ഈ കാര്യങ്ങളിൽ നാം കാണുന്നത് ഏതാണെന്ന് നമ്മൾ ആദ്യം നോക്കാം. നമ്മൾ കാണുന്നത് ഏതാണ്? മദ്രസ അല്ലേ? മദ്രസ നമ്മൾ കാണാറുണ്ട്. പേന നമ്മൾ കാണാറുണ്ട്. മനുഷ്യൻ അല്ലേ? മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം? നാം കാണുന്നവ എന്നുള്ള ഭാഗത്ത് എഴുതി കൊടുക്കുക. തൊട്ടടുത്തത് നാം കാണാത്തവ. നാം കാണാത്തവ ഏതൊക്കെയാണ്? മലക്ക്, അതുപോലെ പിശാജ്, അതുപോലെ ജിന്ന്, ഇവരൊന്നും നമ്മൾ എന്താകാറില്ല? കാണാറില്ല. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേര് എഴുതുക. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇവിടെ എന്ത് നമ്മൾ കാണുന്നുണ്ടോ അതെല്ലാം ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പം അതിലേതെങ്കിലും 3 എണ്ണം മാത്രം എഴുതുക. ഏതൊക്കെയാണ്? ഭൂമി, വെള്ളം, വായു. അപ്പം ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ. ഈ 3 എണ്ണം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെന്താണ്? എന്താണ് നമ്മുടെ നബിയുടെ പേര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തതാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം, എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നവർ ആരാണ്? എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? മലക്കുകൾ. അപ്പോൾ അവിടെ മലക്കുകൾ എന്ന് ഉത്തരം എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് ആറാമത്തേത്, പൂരിപ്പിക്കാം. താഴെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ 3 ചോദ്യവും നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിച്ചെഴുതണം. ഒന്നാമത്തത്, ആരാധനക്ക് ഡാഷ് മറ്റാരും ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? അർഹൻ അള്ളാഹു അല്ലാതെ. അപ്പോൾ അത് കൂട്ടി വയ്ക്കുമ്പം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് വരും. അടുത്തത്, അള്ളാഹു നമുക്ക് നടക്കാൻ ഡാഷ് തന്നു. എന്താണ് തന്നത്? നടക്കാൻ കാല് തന്നു. ഇനി ഏറ്റവും അവസാനത്തത്, എല്ലാം കാണും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. അപ്പോൾ ഈ എല്ലാം എന്നുള്ളിടത്ത് കേൾക്കും, അറിയും, തന്നവൻ എന്നൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.